അധ്യാപകരെ വഞ്ചിക്കുന്ന വാഗ്ദാനങ്ങളുടെ പുകമറയെന്ന് KCBC വിദ്യാഭ്യാസ കമ്മീഷൻ. ചട്ടം 300-ന്റെ മറവിൽ ഇനിയും അധ്യാപക സമൂഹത്തെ വഞ്ചിക്കുന്നത് സർക്കാർ നിർത്തണമെന്നും ജനങ്ങളെയും ഒരുപോലെ പറ്റിക്കുന്ന ഇലക്ഷൻ തന്ത്രം നിയമസഭയെയും തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. ഭിന്നശേഷി പ്രശ്നത്തിൽപ്പെട്ട് ഉഴലുന്ന എയ്ഡഡ് അധ്യാപകർക്ക് വേണ്ടത് നിയമസഭയിലെ വെറും പ്രസംഗങ്ങളല്ല, മറിച്ച് തടസ്സങ്ങൾ നീക്കി നിയമന അംഗീകാരം നൽകുന്ന വ്യക്തമായ സർക്കാർ ഉത്തരവാണെന്നും KCBC വിദ്യാഭ്യാസ കമ്മീഷൻ പ്രസ്താവിച്ചു. എയ്ഡഡ് സ്കൂളുകളിൽ നിയമനം ലഭിച്ചിട്ടും ഭിന്നശേഷി സംവരണത്തിന്റെ പേരിൽ ശമ്പളവും അംഗീകാരവുമില്ലാതെ വർഷങ്ങളായി പുറത്തു നിൽക്കുന്ന അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം നിയമസഭയിലെ ചട്ടം 300 എന്നത് ഒരു ക്രൂരതയായി മാറുകയാണ്. സർക്കാർ നടത്തുന്ന ഈ പ്രസ്താവനകൾ ഉദ്യോഗാർത്ഥികളുടെ ജീവിതം വെച്ച് കളിക്കുന്ന വെറും രാഷ്ട്രീയ നാടകമാണെന്നും കടുത്ത വിമർശനം രേഖപ്പെടുത്തിയ KCBC വിദ്യാഭ്യാസ കമ്മീഷൻ നിയമപരമായ ബാധ്യതയില്ലായ്മ ചട്ടം 300 പ്രകാരം മന്ത്രിസഭയിൽ ഒരു കാര്യം പ്രഖ്യാപിച്ചാൽ അതിന് നിയമപരമായ പിൻഫലമില്ലെന്നും ചൂണ്ടിക്കാട്ടി. അത് കേവലം ഒരു നയപ്രഖ്യാപനം മാത്രമാണ്. ഗവൺമെന്റ് ഓർഡർ പുറത്തിറങ്ങുകയും അത് നടപ്പിലാക്കുവാൻ ഫണ്ട് അനുവദിക്കുകയും ചെയ്യാത്തിടത്തോളം ഈ പ്രസ്താവന കൊണ്ട് ഒരു അധ്യാപകന്റെയും നിയമനം പാസ്സാകില്ലെന്നും KCBC വിദ്യാഭ്യാസ കമ്മീഷൻ എടുത്തുകാട്ടി. ഭിന്നശേഷി വിഭാഗത്തിന് അർഹമായ നിയമനം നൽകേണ്ടത് സർക്കാരിന്റെയും മാനേജ്മെന്റുകളുടെയും ഉത്തരവാദിത്വമാണ്. എന്നാൽ ഇതിന്റെ പേരിൽ നിലവിൽ ജോലി ചെയ്യുന്ന അധ്യാപകരുടെ നിയമന അംഗീകാരം തടഞ്ഞുവെക്കുന്ന സർക്കാർ നിയമസഭയിൽ ഞങ്ങൾ പരിഹാരം കാണുമെന്ന് പ്രസംഗിച്ച് കയ്യടി നേടുവാൻ ശ്രമിക്കുകയാണെന്നും പ്രായോഗികമായി ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഇച്ഛാശക്തി സർക്കാർ കാണിക്കുന്നില്ലെന്നും ആക്ഷേപം ഉന്നയിച്ചു. ഇത്തരം പ്രസ്താവനകൾ വരുമ്പോൾ ഉദ്യോഗാർത്ഥികൾ സമരങ്ങളിൽ നിന്ന് പിന്മാറും. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞാലും ഉത്തരവ് ഇറങ്ങുകയോ പ്രശ്നം പരിഹരിക്കപ്പെടുകയോ ഇല്ല. ഇത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള വെറും ടൈം ബൈയിങ് തന്ത്രം മാത്രമാണ്. സ്കൂളുകളിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ശമ്പളമില്ലാത്ത അവസ്ഥ. ഇതിനിടയിൽ ചട്ടം 300 പ്രകാരം പ്രതീക്ഷ നൽകി അവരെ വീണ്ടും ജോലി ചെയ്യിപ്പിക്കുന്ന സാഹചര്യവും ഉടലെടുക്കും. അതിനാൽ സംവരണ ക്രമീകരണം സംബന്ധിച്ച വ്യക്തമായ മാർഗരേഖ പുറത്തിറക്കാതെ സഭയിൽ പ്രസ്താവന നടത്തുന്നതുകൊണ്ട് ആർക്കും ഗുണമില്ല. വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് ജനങ്ങളെയും ഉദ്യോഗാർത്ഥികളെയും വിഡ്ഢികളാക്കുവാൻ സഭയുടെ നടപടിക്രമങ്ങളെ സർക്കാർ ദുരുപയോഗം ചെയ്യുകയാണ്. ചട്ടം 300-ന്റെ മറവിൽ ഇനിയും അധ്യാപക സമൂഹത്തെ വഞ്ചിക്കുന്നത് സർക്കാർ നിർത്തണമെന്നും അഭ്യർത്ഥിച്ചു. ജനങ്ങളെയും ഒരുപോലെ പറ്റിക്കുന്ന ഇലക്ഷൻ തന്ത്രം നിയമസഭയെയും തിരിച്ചറിയപ്പെടേണ്ടതുണ്ടെന്നും ഭിന്നശേഷി പ്രശ്നത്തിൽപ്പെട്ട് ഉഴലുന്ന എയ്ഡഡ് അധ്യാപകർക്ക് വേണ്ടത് നിയമസഭയിലെ ഈ വെറും പ്രസംഗങ്ങളല്ല, മറിച്ച് തടസ്സങ്ങൾ നീക്കി നിയമന അംഗീകാരം നൽകുന്ന വ്യക്തമായ സർക്കാർ ഉത്തരവാണെന്നും KCBC വിദ്യാഭ്യാസ കമ്മീഷൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഷെക്കേന ന്യൂസ്, കൊച്ചി.